Yes. Hello everybody and welcome back to Litwin English Literature Videos. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഡി വെച്ചിട്ടുള്ള കുറച്ച് ഫ്രേസൽ വേർബ്സ് ആണ് കേട്ടോ കൂട്ടുകാർ. ഇനി ഡി വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ഫ്രേസൽ വേർബ്സ് ആണ് പഠിക്കാൻ പോകണമെന്ന് അറിയാമോ? യെസ്, ആൻഡ് ഹിയർ ഗോസ്. ഫസ്റ്റ് ഫ്രേസൽ വേർബ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഈസ് ടു ഡാബ് അറ്റ്. DABAT എറ്റ് ആണ് അതിൻ്റെ പ്രപ്പോസിഷൻ. ഈ ഡാബ് എറ്റ് എന്നുള്ള ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ടു ഡാബ് എറ്റ് മീൻസ് ഇപ്പോൾ എന്തെങ്കിലും വെറുതെ ഇങ്ങനെ മുഖത്തേക്ക് എങ്ങനെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ ടു പുട്ട് സംതിങ് ഓൺ ദി ഫേസ്. ഓക്കെ, അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വെറുതെ ഡാൻസ്, ആരെങ്കിലും ഡാൻസ് പെർഫോമൻസിനെയോ എന്തെങ്കിലും ഒരു സ്റ്റേജ് കയറുന്നതിന് മുമ്പുള്ള പെർഫോമൻസിന് മുമ്പ് വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യുക, അതിനൊക്കെയാണ് നമ്മൾ ഡാബ് അറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഡാബ്ഡ് അറ്റ് ഹർ ഐസ് ആസ് ഇഫ് ഷീ വാസ് ക്രൈയിങ്. അവളിങ്ങനെ കണ്ണിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തൊടുന്നുണ്ടായിരുന്നു, എന്തോ കരയുന്നത് പോലെ. ഓക്കെ, ഇപ്പോൾ കരയുന്നതിന് മുന്നേ ചിലർ കരയുന്നതിന് മുന്നേ ഒക്കെ ചിലർ ഓരോ കണ്ണിങ്ങനെ തൊട്ടിട്ടുള്ള ആക്ഷൻസൊക്കെ കാണിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിനും നമ്മൾ ഡാബ് അറ്റ് എന്നും പറയും. ഓക്കെ ഫ്രണ്ട്സ്, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫ്രേസൽ വേർബ് ടു ഡാബ് അറ്റ്. ഇനി സെക്കൻഡ് ഫ്രേസൽ സെക്കൻഡ് ഫ്രേസൽ വേർബ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ഡാബിൾ അറ്റ്. ടു ഡാബിൾ അറ്റ്, ടു ഡാബ് അറ്റ് എന്ന് പോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഡാബിൾ അറ്റ്, ഇപ്പോൾ ബബിൾ അറ്റ് എന്നൊക്കെ പറഞ്ഞ റൈമിംഗ് ആണ്. ടു ഡാബിൾ അറ്റ് എന്ന് വെച്ചാൽ എന്താ? ടു ബിക്കം ഇൻവോൾവ് ഇൻ എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇങ്ങനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക, അതിലായിട്ട് കൂടെ യോജിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു ഫങ്ഷനോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടെ യോജിച്ച് പോവുക, അതിലൊക്കെ ഇൻവോൾവ് ആവുക, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രേസിൽ പോകും. ചെയ്യുന്ന ആ ആക്ഷനെയാണ് നമ്മൾ ടു ഡാബിൾ അറ്റ് എന്നും പറയും. ഓക്കെ, ഇപ്പോൾ ഐ ഡാബിൾ വിത്ത് ഫോട്ടോഗ്രാഫി ബട്ട് എന്നാണ് അതിൻ്റെ ഒരു സെൻറ്റൻസ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ ഡാബിൾ അറ്റ് ഫോട്ടോഗ്രാഫി, അതായത് ഞാൻ നന്നായി ഫോട്ടോഗ്രാഫി ചെയ്യും എന്നാണ് അതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ ഞാൻ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുക എന്നുള്ള മീനിങ്ങും ഈ ഫ്രേസൽ വേർബിനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ തേർഡ് ഫ്രേസൽ വേർബ് വിച്ച് ഈസ് ടു ഡാലി വിത്ത്. അപ്പോൾ നൗ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ഫ്രേസൽ വേർബ്? ടു ഡാലി വിത്ത്. ഇനി ഡാലി വിത്ത് എന്നുള്ള മീനിങ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കുറിച്ച് ആലോചിക്കുക, ടു തിങ്ക് അബൌട്ട് സംതിങ്. അപ്പോൾ അത്ര സീരിയസ് ആയിട്ടൊന്നും ആവില്ല, വളരെ കാഷ്വലായിട്ട് എന്തിനേലും കുറിച്ച് വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എന്താണത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. എല്ലാവരും ചെയ്യുന്നുണ്ടാവില്ലേ, അപ്പോൾ അത്ര വലിയ സീരിയസ് ആയ കാര്യങ്ങളൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുറിച്ച് ലൈഫിന് അങ്ങനെ വല്ല കാര്യങ്ങളോ അങ്ങനെയൊന്നല്ല, വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, സിമ്പിളായ അത്ര സില്ലി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഡാലീഡ് വിത്ത് ദി ഐഡിയ ഓഫ് സ്റ്റാർട്ടിങ് അപ്പോൾ ന്യൂ ബിസിനസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുക, അപ്പോൾ എന്തെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ആവില്ല, ബട്ട് ജസ്റ്റ് ഒരു കാഷ്വലായിട്ട് എന്തുകൊണ്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൂടാ എന്നൊരു ആലോചനയുണ്ട്, ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. സോ ഷീ ഡാലീഡ് വിത്ത് ദി ഐഡിയ ഓഫ് സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ്. അതാണ്, that is the meaning of this phrasal verb to dally with. Okay friends, and now the fourth phrasal verb we are going to study is to dam up. എന്താണ് ഈ ഡാം അപ്പ് എന്ന് വെച്ചാൽ? ടു ബിൽഡ് എ വാൾ സ്ട്രക്ചർ ഇൻ എ റിവർ ഇൻ ഓർഡർ ടു സ്റ്റോപ്പ് ദ വാട്ടർ ഫ്രം ഓവർഫ്ലോയിങ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അണക്കെട്ടുകളൊക്കെ എങ്ങനെയാണ്, അതിങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ ഒരു സ്ട്രക്ചർ പണിയും അല്ലേ? എന്തെങ്കിലും വെള്ളം ഇങ്ങനെ കൂടിപ്പോയാൽ, ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം വല്ലാണ്ട് ഓവർഫ്ലോ ചെയ്ത് പോകാൻ പാടില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ചെക്ക് പണിയുക, ഒരു ചെക്ക് ഡാം അങ്ങനെയൊക്കെ പണിയുന്നതിനാണ് നമ്മൾ ടു ഡാം അപ്പ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ റിവർ വാസ് ഡാംഡ് അപ്പ് ആൻഡ് ഒരു റിവർ, ഒരു പുഴയൊക്കെ അങ്ങനെ കൂടി വെള്ളം ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് ദ റിവർ വാസ് ഡാംഡ് അപ്പ് ആൻഡ് എ റിസർവോയർ വാസ് ബിൽറ്റ്. ഒരു റിസർവോയർ എന്ന് വെച്ചാൽ ഒരു ഡാമിനെ അവിടെയാണ് ഒരു റിസർവോയർ പണിതത്. റിസർവോയർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡാമിനെ പോലെ വെള്ള അണക്കെട്ട് എന്ന് പറയും അല്ലേ? അത് തന്നെ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ പണിയണതിനെ കുറിച്ചാണ് നമ്മളൊരു ഡാം അപ്പ് എന്നുള്ളൊരു
ഫ്രേസൽ വേർബ് വരാം. ഇനി ദ നെക്സ്റ്റ് ഫ്രേസൽ വേർബ് ഇസ് ഡീൽ വിത്ത്. നൗ വാട്ട് ഇസ് ദിസ് ഫ്രേസൽ വേർബ് ഡീൽ വിത്ത് മീൻ? ടു ടേക്ക് ആക്ഷൻ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യണം അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷനോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിനെയാണ് നമ്മളത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഡീൽ വിത്ത് എന്നുള്ള പ്രപ്പോസിഷൻ പറയുക. ഇപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ഡീൽസ് വിത്ത്, ഡെൽറ്റ് വിത്ത്, ഡീലിംഗ് വിത്ത് എന്നുള്ള 3 ടെൻസ് ഫോംസിലും നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. ടു ഡീൽ വിത്ത് എ സിറ്റുവേഷൻ, എമർജൻസി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഡിഡ് നോട്ട് നോ ഹൗ ടു ഡീൽ വിത്ത് സച്ച് ആൻ എമർജൻസി സിറ്റുവേഷൻ. അപ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ ഐ ഡിഡ് നോട്ട് നോ, എനിക്ക് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഫ്രണ്ട്സ്, ഹൗ ടു യൂസ് ദിസ് പെർട്ടിക്കുലർ ഫ്രേസൽ വേർബ് ടു ഡീൽ വിത്ത്. Another phrasal verb we're going to study is deal out. ഇപ്പോൾ ഡീൽ വെച്ചിട്ട് തന്നെ ഔട്ട് എന്നുള്ള ഒരു പ്രപ്പോസിഷൻ വെച്ചിട്ടുള്ള ഒരു ഫ്രേസൽ വേർബാണ് കേട്ടോ ഫ്രണ്ട്സ്, ഡീൽ ഔട്ട്. ഇപ്പോൾ എന്താണ് ഡീൽ ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർഡ്സ് ഒക്കെ കളിക്കണ സ്വഭാവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ചില ആളുകളൊക്കെ കാർഡ്സ് കളിക്കുന്നതൊക്കെ. അപ്പോൾ ആ ഓരോരോ കളിക്കാർക്കൊക്കെ ഷീട്ടുകൾ ഇങ്ങനെ നമ്മൾ കുറേ പേര് ഷീട്ടുകളൊക്കെ കളിക്കുമ്പോൾ അതെങ്ങനെ അത് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഓരോ കാർഡും ഓരോ പ്ലെയേഴ്സിനെ ഇങ്ങനെ കൊടുത്ത് അങ്ങനെ കളിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ ഡീൽ ഔട്ട് എന്നുള്ളത് നമുക്ക് ഇതാവാം, ഈ ഫ്രേസൽ വേർബ് നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. ഇനി വേറൊരു ഫ്രേസൽ വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ് ഡിസൈഡ് ഓൺ. Now what is the meaning and how do we use this phrasal verb decide on? But to choose something in or someone, ഇപ്പോൾ ആരെങ്കിലും ഒരു വ്യക്തിനെയോ എന്തെങ്കിലും ഒരു കാര്യത്തിനോ നമ്മളൊന്ന് ചൂസ് ചെയ്യേണ്ടി വരിക എന്നുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇപ്പോൾ when you want to think about something you have to think very carefully. വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ആലോചിക്കണം അല്ലേ. എന്തെങ്കിലും ഒരു പുതിയൊരു ആക്ഷൻ ചെയ്യുമ്പോഴും പുതിയ എന്തെങ്കിലും തുടങ്ങാൻ പോകുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. ടു ഡിസൈഡ്, അപ്പോൾ എന്താണ് തീരുമാനിക്കുന്നതിനാണ് നമ്മൾ ടു ഡിസൈഡ് ഓൺ സംതിങ്. ഹാവ് യു ഡിസൈഡഡ് ഓൺ ദ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹാവ് യു ഡിസൈഡഡ് ഓൺ ദാറ്റ് നെയിം, ഹാവ് യു ഡിസൈഡഡ് ഓൺ ദാറ്റ് തിങ് ടിൽ നൗ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഐ ഹാവ് യെറ്റ് ടു ഡിസൈഡ് ഓൺ ദാറ്റ് മാറ്റർ. എനിക്കിപ്പോഴും ആ മാറ്റർ ഡിസൈഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഐ നീഡ് സം ടൈം to decide on that matter. Okay, then next phrasal verb we're going to study is dial in. Dial in or dial into. ഇത് രണ്ടും ശരിയാണ്, നമുക്കിത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഡയൽ ഇൻ നമുക്ക് യൂസ് ചെയ്യാം, ഡയൽ ഇൻ ടു നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ, ഇപ്പോൾ കണക്ഷൻ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സില്ലേ, ഇപ്പോൾ ഒരു ഡയൽ ഇൻ ചെയ്യുമ്പോൾ ഒരു കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇപ്പോൾ എല്ലാം ഓൺലൈൻ മീറ്റിങ്സും ഓൺലൈൻ ഇൻട്രാക്ഷൻ, അപ്പോൾ അങ്ങനെയാണല്ലോ. ഒരു ഫോണിൽ നിന്ന് വേറെ ഫോണിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഡിവൈസ് ഓർ ഹൗ ടു കണക്ട് വൺ ഡിവൈസ് വിത്ത് അനദർ ഡിവൈസ് ആണ് ഡയൽ ഇൻ. അപ്പോൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർ എനി ഇലക്ട്രോണിക് ഡിവൈസിനാണ് നമ്മൾ ഡയൽ ഇൻ ചെയ്യുക. And now another phrasal verb that you have to study is dial out. So what do you mean by dial out? അപ്പോൾ dial out എന്ന് വെച്ചാൽ to use a telephone in order to call someone. ഒരു ആളെ വിളിക്കാനായിട്ട് എങ്ങനെ നമ്മൾ ടെലിഫോൺ യൂസ് ചെയ്യും. അപ്പോൾ സാധാരണ ഇതിൽ ടെലിഫോൺസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിലാണല്ലോ എല്ലാവരും വിളിക്കുക. അപ്പോൾ അങ്ങനെ വിളിക്കുന്നതിനെ കുറിച്ചും ആൻഡ് ഹൗ ടു ഇപ്പോൾ വേറൊരു ബിൽഡിംഗ് ആയിട്ട് കണക്ട് ചെയ്യാനും നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ നിന്ന് രണ്ട് ഓഫീസസ് ആണെങ്കിലും ഒരു ഓഫീസ് ബിൽഡിങ്ങിൽ നിന്ന് വേറെ ഓഫീസ് ബിൽഡിങ്ങിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡയൽ ഔട്ട് ചെയ്യുക എന്ന് പറയാം. ക്യാൻ യു ഡയൽ ഔട്ട് ഫ്രം യുവർ ഫോൺ ഓർ ഇസ് ഇറ്റ് ഫോർ എക്സാമ്പിൾ ആൻ ഇൻറ്റേർണൽ കോൾ. അപ്പോൾ ക്യാൻ യു ഫോൺ, ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ഡയൽ ഔട്ട് ചെയ്യാൻ ഇപ്പോൾ വേറെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുക എന്നുള്ള ഒരു മീനിങ്ങും ഇതിൽ വരും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ദ നെക്സ്റ്റ് ഫ്രേസൽ വേർബ് ഇസ് ടു ഡിഗ് ഇൻ. ഇപ്പോൾ ഡിഗ് എന്ന് വെച്ചാൽ എന്താണ്? ടു മിക്സ് എ സബ്സ്റ്റൻസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുക, വെള്ളത്തിലോ മണ്ണിലേക്കോ എന്തെങ്കിലും ഒരു ഡിഗിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കുഴിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഡിഗിൻ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അതിനെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ സോയിൽ വാസ് വെരി പുവർ.
So I dug into the soil for ഇപ്പോൾ എന്തെങ്കിലും ഒരു പണിയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെടിയൊക്കെ നടാനാണെങ്കിൽ ചെടി നടണമെന്നുണ്ടെങ്കിൽ you have to dig into the soil, right? അതിനെയാണ് that process is known as to dig in. Okay, and another phrasal verb what you have to study is to dig up. Dig up with the same word and you can study with dig up. Okay, now what is the meaning of dig up? എന്താണ് അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഓട്ടകൾ കുഴികളൊക്കെ കുഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ടു ഡിഗ് അപ്പ് ഹോൾസ് ഓർ ടു ഡിസ്ട്രോയ് ദ ഗ്രൗണ്ട്, ആ നിലം അങ്ങനെ തന്നെ ഇല്ലാണ്ടാക്കുക. ഡിഗ് അപ്പ്. ഓക്കെ, പിന്നെ വേറൊരു മീനിങ് ഈ ഡിഗപ്പിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ ഫാക്റ്റുകളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു മീനിങ്ങും ഇതിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഡിഗ് ഇൻ ടു ഓർ ഡിഗ് അപ്പ്. ഇപ്പോൾ ചില ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചിലർക്ക് ചില ഇൻക്വിസിറ്റീവായ ആളുകൾക്ക് കൂടുതൽ അറിയണമെന്ന് ഇപ്പോൾ ക്യൂരിയസ് ആയ ആളുകൾക്കൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടാവില്ല ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡിഗപ്പ് ചെയ്യും അവർ വേറൊരാളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിഗപ്പ് ചെയ്ത് കൊണ്ടുവരിക. അവരിൽ നിന്ന് ഇപ്പോൾ മനസ്സിൽ ചില ആളുകൾക്ക് സീക്രറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില ഫ്രണ്ട്സ് ഇപ്പോൾ എന്താണ് മനസ്സിൽ അല്ലെങ്കിൽ അവളുടെ മനസ്സിലുള്ള എന്നുള്ളതൊക്കെ സീക്രറ്റ്സ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ യു ക്യാൻ സേ ദാറ്റ് ഓൾസോ ആസ് യു ക്യാൻ കോൾ ദാറ്റ് ആസ് ഡിഗ് അപ്പ്. ഷീ ട്രൈ ടു ഡിഗ് അപ്പ് മൈ ഇന്നർമോസ്റ്റ് തോട്ട്സ് ആൻഡ് സീക്രറ്റ്സ്. അപ്പോൾ എൻ്റെ ഉള്ളിലത്തെ ഏറ്റവും കൂടുതലുള്ള ചിന്തകൾ വരെ ഡിഗപ്പ് ചെയ്യാൻ ആ വ്യക്തി ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ phrasal verbനെ you can use dig up as in that sense. Okay, and the next phrasal verb we're going to study is disagree with. Now what is the meaning of this phrasal verb disagree with? ഇപ്പോൾ disagree എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ വേറൊരാളായിട്ട് തീരെ യോജിക്കുന്നില്ല, അവരായിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണം എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ വയറിന് അത് പിടിക്കുന്നില്ല. ദാറ്റ്സ് കോസിങ് ആൻ അലർജിക് റിയാക്ഷൻ ടു യു അല്ലേ. ഒരു റിയാക്ഷൻ നമുക്ക് കഴിച്ചപ്പോൾ ചില ഭക്ഷണം എല്ലാവർക്കും ഒന്നും അവർക്ക് ഇഷ്ടമായി എന്ന് വരില്ല അല്ലേ. ചിലവർക്ക് അത് അലർജി ഉണ്ടാക്കാം. അപ്പോൾ എഗ്സ് ആവാം, ഫിഷ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ നട്ട്സ് ആവാം. അതൊക്കെ ചിലവർക്ക് ഭയങ്കര അലർജിയാണ്. സോ ദാറ്റ് ഡിസഗ്രീഡ് വിത്ത് ദാറ്റ് പേഴ്സൺ. അപ്പോൾ അതും യൂസ് ചെയ്യാം. ആ മീനിങ്ങും കറക്റ്റാണ്. പിന്നെ വേറൊരു മീനിങ് എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ തമ്മിൽ ചില കാര്യങ്ങൾക്ക് ഉണ്ടാവുന്ന ഡിസഗ്രിമെൻറ്റ്. ഓക്കെ, ഫ്രം വൺ പേഴ്സൺ ആൻഡ് ടു അനദർ പേഴ്സൺ. ദ ഡിസഗ്രിമെൻറ്റ് ദാറ്റ് ടു പീപ്പിൾ യൂഷ്വലി ഹാവ്, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടു ഡിസ്അഗ്രി വിത്ത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഇനി എല്ലാ ഫ്രേസൽ വേർബിൽ നമ്മൾ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡു അവേ വിത്ത്. ഡു അവേ വിത്ത് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊന്ന് എങ്ങനെ അത് ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. ടു ഗെറ്റ് റിഡ് ഓഫ് സംതിങ്, ടു റിയലി ഗെറ്റ് റിഡ് ഓഫ് സംതിങ്. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു മീനിങ് ആണ് അതിൽ വരുന്നത് അല്ലേ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടു ഡു അവേ വിത്ത്, ദാറ്റ് ഈസ് ഓൾസോ ടു സ്റ്റോപ്പ് യൂസിങ് സംതിങ്. ഇപ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നിർത്തുക, അതിനെയും നമ്മൾ ടു ഡു അവേ വിത്ത് എന്നും നമ്മൾ പറയും. ഓക്കെ, സോ അങ്ങനെ ചില പുതിയ ഫ്രേസൽ വേർബ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സം ഓഫ് ദീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹാവ് ടു ബി ഡൺ അവേ വിത്ത്. ഓക്കെ, അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ നമ്മൾ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ചില നിയമങ്ങളൊക്കെ മാറ്റേണ്ട സമയമായി, അല്ലെങ്കിൽ അതിനൊക്കെ ഒഴിച്ച് കളയേണ്ട സമയമായി. അതിനൊക്കെ ഇറ്റ്സ് ടൈം ടു ഗെറ്റ് റിഡ് ഓഫ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ പറയും ടു ഡു അവേ വിത്ത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് ഫ്രണ്ട്സ്. Okay, so if you're watching my video for the first time, do like, share and subscribe to Lithuanian English Literature videos. Okay friends, bye. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Till then, bye.